വീട്ടുകാരില്ലാത്ത സമയം നോക്കി വീട് ജപ്തി ചെയ്ത അർബൻ ബാങ്കിന്റെ നടപടിയിൽ ഇടപെട്ടിരിക്കുകയാണ് ഇപ്പോൾ മന്ത്രി ജി ആർ അനിൽ. കന്യാകുളങ്ങര കുണൂർ സ്വദേശി പ്രഭകുമാരിയുടെ വീടാണ് നെടുമങ്ങാട് അർബൻ സഹകരണ ബാങ്കിലെ അധികൃതർ കഴിഞ്ഞ ദിവസം ജപ്തി ചെയ്തത്. സ്ഥലം സന്ദർശിച്ച മന്ത്രി ജി ആർ അനിലും സംഘവും വീട്ടുടമയ്ക്ക് വീട് തുറന്നു നൽകുകയായിരുന്നു. കോൺഗ്രസിന്റെ ഭരണസമിതിയിൽ പ്രവർത്തിക്കുന്ന കന്യാകുളങ്ങര ബ്രാഞ്ചിൽ നിന്നും 2016 1.5 ലക്ഷം രൂപ പ്രഭാകുമാരി വായ്പയായി എടുത്തത്. വായ്പാ തുകയിൽ 50,000 രൂപ 30-ാം തീയതി അടയ്ക്കാനിരിക്കെയാണ് ബാങ്കിന്റെ ജപ്തി നടപടി. അരുൺ സോളമൻ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, പണം തിരിച്ചടയ്ക്കാൻ ആ കുടുംബം സന്നദ്ധമായിരുന്നു. പക്ഷേ ആളില്ലാത്ത സമയത്ത് വീട്ടിൽ കയറി ജപ്തി ചെയ്യുക എന്നതൊക്കെയുള്ള നടപടികൾ അസാധാരണം തന്നെയാണ്. ഇപ്പോൾ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ. എന്താണ് വിശദാംശങ്ങൾ? വിനീത, ഏറെ നാടകീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ശരിക്കും ഈ നെടുമങ്ങാട് അർബൻ സഹകരണ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. വീട്ടിൽ ഈ പ്രഭകുമാരി എന്ന് പറയുന്ന വീട്ടുടമയാണ് 2016 ഈ ബാങ്കിൽ നിന്നും, ഈ ബാങ്കിന്റെ ബ്രാഞ്ചിൽ നിന്നും ഈ ഇത്തരത്തിലൊരു വായ്പ 1.5 ലക്ഷത്തോളം വായ്പ എടുത്തിരുന്നത്. ഇതിപ്പോൾ പലിശ സഹിതം 2,30,000 രൂപ ആയി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ ഇന്നലെ റിപ്പോർട്ടർ സംഘം ഇവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച, ഈ വീടിന്റെ വാതിൽ അടച്ച് പൂട്ടിയതിനു ശേഷം ഈ പൂട്ട് തല്ലി പൊട്ടിച്ചിരിക്കുകയാണ് ബാങ്ക് ജീവനക്കാർ. അതിനുശേഷം പകരം ഒരു പൂട്ടിട്ട് പൂട്ടി ഇത്തരത്തിൽ വലിയൊരു ഗുണ്ടായിസമാണ് നടത്തിയതെന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഇതിന് പുറമെ ഈ വീടിന്റെ അടുക്കള വാതിൽ 2 പട്ടികയിൽ വെച്ച് ക്രോസ് ചെയ്ത് അടിച്ചു പൂട്ടി ഇവിടെ നിന്നും കടന്നു പോകുന്നു. പ്രധാനമായും എടുത്തു സൂചിപ്പിക്കേണ്ടത് നാടകീയമായിട്ടുള്ള ബാങ്കിന്റെ നീക്കമെന്ന് പറയാൻ കാരണം, ഈ വീട്ടിൽ ഇതിന്റെ വീട്ടുടമയായിട്ടുള്ള സജി ഉണ്ടായിരുന്നു. അദ്ദേഹം പൊന്മുടിയിലെ തേയില എസ്റ്റേറ്റിലെ ജീവനക്കാരനായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ജോലി സംബന്ധമായി അദ്ദേഹം ഒരു വീഴ്ചയിൽ അദ്ദേഹത്തിന് 2 കാലുകളും പൊട്ടൽ സംഭവിക്കുകയും തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാതെ വീട്ടിൽ വിശ്രമിച്ച് വരികയായിരുന്നു. അങ്ങനെ ഈ വീട്ടിൽ നിന്നും അദ്ദേഹത്തെ വളരെ നാടകീയമായി മാറ്റുകയാണ്. തന്റെ ഭാര്യ നെടുമങ്ങാട് ബാങ്കിലിരിക്കുന്നു, അവിടെ 3,500 രൂപ കൊണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞ് ബാങ്കിലെ ജീവനക്കാർ തന്നെ ഇവിടെ എത്തുകയും 3,500 രൂപയുമായി അദ്ദേഹം ഈ വീട്ടിൽ നിന്നും ഈ ബൊലോറ വാഹനത്തിൽ ബാങ്കിലെ ജീവനക്കാർക്കൊപ്പം നെടുമങ്ങാടിലേക്ക് പോകുന്നു. ഈ അവസരത്തിലാണ് ഈ സമയത്ത് ഈ ബാങ്കിലെ ജീവനക്കാരും അതുപോലെ തന്നെ ആശാരി സഹിതം ഇവിടെ വന്ന് ഈ വീടിനെ പൂർണ്ണമായിട്ടും ലോക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി. തുടർന്ന് കഴിഞ്ഞ ഒരു ദിവസം രാത്രി മുഴുവൻ ഉറക്കമിളച്ച് ഈ വീട്ടിലെ ഉടമയും അതുപോലെ 4 അംഗം കുടുംബമാണ് ഇവരുള്ളത്. ഈ ഇവിടെ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ചേച്ചിക്ക് ഒരു അമ്മ കൂടിയുണ്ട്, 85 വയസ്സ് പ്രായമുള്ള അമ്മ. ആ അമ്മയുടെ ഭക്ഷണവും മരുന്നും സഹിതം അവർ കഴിഞ്ഞ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രിയോ ഒന്നും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. എന്തായാലും ഈ വിഷയത്തിൽ വിനീത ഇപ്പോൾ അടിയന്തരമായിട്ട് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഇടപെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം കൂടിയാണ്. ചേച്ചി, എങ്ങനെയാണ്, എന്താണ് ഇപ്പോൾ ഈ വിഷയത്തിൽ മന്ത്രി പറഞ്ഞത് നിങ്ങളോട്? മന്ത്രി ഒന്ന് പറഞ്ഞ് ഇത് കാണിച്ചിരിക്കുന്നത് തെറ്റായ ഇതാണ് ചെയ്തിരിക്കുന്നത്. അവരൊരു മുന്നറിയിപ്പും ചെയ്യാതെ ചെയ്തതാണ്. ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അറിയിക്കേണ്ടവരെയൊന്നും അവർ അറിയിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് നടപടി എടുത്തേ പറ്റുള്ളൂ. ഇതിൻ്റെ വേറൊരു മന്ത്രിയുണ്ട്, അവർ ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സഹകരണ വകുപ്പ് മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ PA വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ. അവരെ പോലും ഇത് അറിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നോട് തിങ്കളാഴ്ച ഇതിൻ്റെ ഇതുമായിട്ട് അവിടെ ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇവർ നിർത്തിവെക്കണം, ഇവരെ ഇതിൽ നിന്നും ഇറക്കാൻ പറ്റത്തില്ല. ഈ ബാങ്ക് സ്വാഭാവികമായി കോൺഗ്രസിന്റെ ഭരണസമിതിയിൽ അവരുടെ നേതൃത്വത്തിലാണ് ഈ ബാങ്ക്, അല്ലേ? അപ്പോൾ ഈ ബാങ്കിലെ ചെയർമാനായിട്ടുള്ളത് അഡ്വക്കേറ്റ് തേക്കട അനിൽകുമാറാണല്ലോ. ഈ ചെയർമാൻ ഈ കാര്യം ബോധിപ്പിച്ചിരുന്നോ നിങ്ങൾ? ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അനിൽകുമാർ സാറിനെ പോയി കണ്ടപ്പോഴത്തേക്ക് അടൂർ പ്രകാശൻ സാർ MP തന്ന കത്തും ഞാൻ ആ സാറിനെ കാണിച്ചു. അതും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അതിലെഴുതിയിരിക്കുന്നത് ഇവർക്ക് കുറച്ച് സാവകാശം കൊടുക്കണമെന്നാണ് MP ആ കത്തിലൂടെ ഞങ്ങൾ തന്നത്. അതും സമ്മതിച്ചതാ. തേക്കട അനിൽ സാർ പറഞ്ഞു 30-ാം തീയതി വരെ നിങ്ങൾക്ക് ഞങ്ങൾ സമയം തരാം. അതുവരെ എന്നിട്ട് ഞാൻ പറഞ്ഞു, സാർ 12 മണി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തും ആവാം, 30-ാം തീയതി 12 മണി കഴിയുന്നത് വരെ നിങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയതാണ്. എന്നിട്ടും അവരെന്നെ ഇന്നലെ റിക്വസ്റ്റിനായിട്ട് ബാങ്കിൽ വിളിച്ചു. റിക്വസ്റ്റിന് ചെന്നപ്പോഴത്തേക്കാണ് പറയുന്നത് പറ്റത്തില്ല, ഇപ്പം തന്നെ പൈസ അടയ്ക്കണം. ഞാൻ എന്നെ കൊണ്ട് നിവർത്തിയില്ല. വിനീത, ഇതിൽ എടുത്തു സൂചിപ്പിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഇടപെട്ടിട്ടുണ്ട്. കുടി ഇറക്കൽ എന്ന് പറയുന്നത് സർക്കാരിന്റെ നയമല്ല. നിലവിൽ 68 നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഈ നിലവിലെ ജപ്തി വിരുദ്ധ ബില്ല് ഈ സർക്കാരാണ് പാസ്സാക്കിയത്. പക്ഷേ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ബാങ്കിന്റെ ചെയർമാനാണ്. അദ്ദേഹം ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ഈ നിലപാടിനെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ തന്നെ വാർത്ത കണ്ടതിന് പിന്നാലെ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. തുടർന്നുള്ള നിയമവശങ്ങൾ കൂടി പരിശോധിക്കുക. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകി.